അങ്ങനെ എപ്പിസോഡിനെ തുടങ്ങി തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ യൂറയും അതേപോലെ തന്നെ ദോഹാനും ആണെങ്കിൽ സ്റ്റെപ്പ് കയറി പോവാൻ കേട്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലേക്ക്. അങ്ങനെ ഇവരാണെങ്കിൽ ഗണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് എയിമൊക്കെ ചെയ്ത് നിൽക്കും. അങ്ങനെ ഇവർ എയിം ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും ബട്ടർഫ്ലൈനെ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ യൂറ ഇങ്ങനെ നോക്കും, ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഈ ഒരു ദോഹാനെ കണ്ടിട്ട് അവളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ദോഹാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ടൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ ഇവളാണെങ്കിൽ ഗണ്ണ് തിരിച്ച് പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ മോളാണെങ്കിൽ ബട്ടർഫ്ലൈ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ടിട്ട് പുള്ളിക്കാരൻ നല്ല കരച്ചിലൊക്കെ ആയിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവനിക്കാണെങ്കിൽ അവളെ കാണാൻ പറ്റില്ല, മിസ്സായി പോകും കേട്ടോ. എന്നിട്ട് ഇവളും അതേപോലെ തന്നെ ആ ഒരു തേക്കുവാണെങ്കിൽ ഒരുമിച്ച് കാറിന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സമയത്തൊക്കെ ദോഹാനാണെങ്കിൽ ഇവളെ വിളിക്കുമ്പോൾ ഇവളെ കോൾ എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ ദോഹാനിയാണെങ്കിൽ അവരുടെ ഡയറക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും, ആരാണ് സ്നൈപ്പർ വെച്ച് കൊന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാനത് കൃത്യമായിട്ട് കണ്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പൊ ഡയറക്ടർ പറയുന്നുണ്ടാകും, നീയും ചീഫോയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇതുവരെയായിട്ടും ചീഫോക്ക് അറിയില്ല, എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയാണെങ്കിൽ ആ ഒരു ഓഫീസിലേക്ക് വരും കേട്ടോ. അപ്പോഴാണ് അവൾ അറിയുന്നത് ഇങ്ങനെ നമ്മുടെ ആ ഒരു കമ്പനിക്കാർ തന്നെ, നമ്മുടെ ആ ഒരു ഈ ഒരു ഏജന്റ് തന്നെ ആ ഒരു ബട്ടർഫ്ലൈനെ കൊല്ലാൻ നോക്കുക എന്നുള്ള കാര്യം. അപ്പൊ അത് അറിയുമ്പോൾ ഇവക്ക് നല്ല ദേഷ്യം വരും. ഇവളിങ്ങനെ ചീഫോയായിട്ട് ഇവളോട് ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നുണ്ടാകും, ആ ഒരു ചെറിയെടുത്ത് എന്നാലും എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അവളാണെങ്കിൽ നമ്മുടെ ദോഹാനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു തേഗുനെയും അതുപോലെ തന്നെ യൂറാനെയാണ്. അവരങ്ങനെ അവിടെ വന്നിരിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എന്നാലും നമ്മളൊക്കെ എന്തോരം കഷ്ടപ്പാട് അനുഭവിച്ചതാ, എന്നിട്ടും ഈ ഒരു ലോകത്തിന് ഒരു കുഴപ്പമില്ല, എല്ലാവരും സന്തോഷം നിൽക്കുന്നത്, നിന്റെ കാര്യം പറയണ്ടല്ലോ, നീയും സന്തോഷിച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവള് പറയും, അതൊക്കെ പാസ്റ്റ് അല്ലേ, പാസ്റ്റ് അതൊക്കെ നീ വിടുന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, അതെങ്ങനെ വിടാൻ പറ്റും, അതൊന്നും ഒരിക്കലും പാസ്റ്റ് അല്ല, അവരൊക്കെ നമ്മളെ ഇങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പൊ അവള് പറയുന്നുണ്ടാകും, ഇനി മേലിൽ നീ എൻ്റെ ഫാമിലിനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ നല്ല കലിപ്പ് മൂഡിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ചീഫോയാണെങ്കിൽ ബട്ടർഫ്ലൈയുടെ ആ ഒരു മോർച്ചറിയിലേക്ക് വരുന്നുണ്ടാകും. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ ചെറുക്കനുണ്ടാകും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തുകൊണ്ടാണ് ആ ഒരു വുൾഫിൻ്റെ കേസിൽ നിന്ന് എന്നെ മാറ്റിയത്, ഞാൻ നിന്നെ സംശയിക്കുന്നു ഓർത്തിട്ടാണ്, അത് മാത്രമല്ല നിൻ്റെ അടുത്ത് പലതും ഉണ്ടല്ലോ പറയാൻ വേണ്ടിയിട്ട്, നീ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കഥയൊക്കെ ഈ ഒരു ബട്ടർഫ്ലൈ അല്ലേ നിനക്ക് പറഞ്ഞ് പഠിപ്പിച്ചെന്നത്, അതൊന്നും നീ എന്നോട് പറഞ്ഞല്ല, സത്യം പറഞ്ഞാൽ നീ ആരാ ഒച്ച ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ ഒന്നും മിണ്ടില്ല. അപ്പോൾ ആ ഒരു ഡയറക്ടറിനെ വിളിച്ചിട്ട് പറയും, സാർ എൻ്റെ അടുത്ത് നേരത്തെ ചീഫിനെ പറ്റി ചോദിച്ചില്ലേ, അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ പുറകെ പോയിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ നിൽക്ക് ഞാൻ പറയാമെന്നും പറഞ്ഞ് അവളാണെങ്കിൽ ഒരു കഥ പറയും കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാരൻസ് ഒന്നുമില്ല, എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല, അതേപോലെ തന്നെ ഇങ്ങനെ പാരൻസ് ഒന്നുമില്ലാത്ത അനാഥരായ കുട്ടികളൊക്കെ കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമായിരുന്നു ഈ ഒരു യൂണിയൻ്റെ കേസ്. അതിൽ ഞാൻ നല്ല റാങ്കോടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സീനൊക്കെ കാണിക്കട്ടോ. അപ്പം നമ്മുടെ യൂറോ എടുത്താണെങ്കിൽ ആ ഒരു കുഞ്ഞ് തേക്ക് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് ആ ചേച്ചിനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എനിക്ക് പേടിയാണ് ആ ചേച്ചിനെന്ന് പറയുമ്പോൾ അവൻ പറയും, പക്ഷേ ആ ചേച്ചി കൂളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു മെസ്സേജ് അങ്ങടേക്ക് വരുന്നുണ്ടാകും കേട്ടോ. അത് വേറൊന്നുമല്ല, ആ ഒരു യൂണിയൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു കുട്ടികളൊക്കെ കൊന്നു കളയാനായിരിക്കും. അപ്പം അതിലെ വേറൊരു സീനിയർ ആയിട്ടുള്ള പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, എന്തിനാ കൊച്ചുങ്ങളൊക്കെ കൊന്നു കളയുന്നത്, നമ്മളൊക്കെ ഇത്ര ഹൈ റാങ്കിലുള്ള സോൾജേഴ്സ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റുള്ള പുള്ളിക്കാരിങ്ങനെ പറയും, നമ്മളെന്തിനാ ഇവരെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്, ഇവർക്ക് തന്നെ വേറെ അവകാശികളൊന്നുമില്ല, നമുക്ക് അങ്ങ് കൊന്ന് തള്ളിയേക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം മറ്റേ സീനിയർ ആണെങ്കിൽ ഇതിലൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊച്ചുങ്ങളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ കട്ടക്കലിപ്പിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. അപ്പോൾ ബട്ടർഫ്ലൈ ആയിരിക്കും കേട്ടോ മറ്റേ പെണ്ണ്. അപ്പോൾ ബട്ടർഫ്ലൈ ആണെങ്കിൽ ഇങ്ങനെ ഇൻഫർമേഷൻസ് ഒക്കെ എഴുതുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ മര്യാദക്ക് ഇത് അടിച്ച് ഗവൺമെന്റിന് കൊടുത്തോ, അല്ലെങ്കിൽ നിന്റെ ഫാമിലിയുടെ കാര്യം ഞാൻ നോക്കിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ടാകും, നീ എൻ്റെ ഫാമിലിനെ തൊട്ട് കളിക്കണ്ടെന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ ആ ഒരു ആളുടെ പേടിയിൽ ഇവള് ആ ഒരു ഗവൺമെന്റിന് മെസ്സേജ് അയക്കുന്നുണ്ടാകും. മുന്നറിയിപ്പില്ലാതെ ഏതോ ഒരു സംഘം വന്നിട്ട് ഈ ഒരു യൂണിയനെ ആക്രമിച്ചു, ഒരുപാട് കുട്ടികൾ മരിച്ചു, എല്ലാ കുട്ടികളും മരിച്ചു, പക്ഷെ എന്നിരുന്നാലും ഞങ്ങളെല്ലാവരും കൊന്ന് അതൊക്കെ സെക്യൂർഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ആ ഒരു കുട്ടികളൊക്കെ
ആണെങ്കിലൊക്കെ വേറൊരു റഷ്യന്നോ അവിടെ നിന്നെങ്ങാണ്ട് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂറയും തേഗുവിനെയും ഇങ്ങനെ ഒരുമിച്ച് കാണും. അങ്ങനെ അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ മിക്കവരെയാണെങ്കിൽ ഇങ്ങനെ കൊല്ലുന്നുണ്ടാകും. അപ്പോൾ ഒച്ചാനിയും നോക്കുമ്പോൾ എന്താ ഇങ്ങനെ കുട്ടികളൊക്കെ മരിച്ച് കാണുമ്പോൾ ഇവക്ക് വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ യൂറയുടെ അടുത്തും അതുപോലെ തന്നെ ആ ഒരു തേഗുടെ അടുത്താണെങ്കിൽ വേറൊരു സോൾജേഴ്സ് വരുമ്പോൾ തന്നെ ആ ഒരു നല്ല സീനറില്ലേ പുള്ളിക്കാരനാണെങ്കിൽ അയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഷൂട്ട് ചെയ്ത് അവരെ സംരക്ഷിക്കുന്നുണ്ടാകും. അങ്ങനെ ഇവരെയും കൊണ്ട് പുറത്തോട്ട് വരുമ്പോൾ ആ ഒരു കൊള്ളില്ലാത്ത സീനറില്ലേ പുള്ളിക്കാരൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്ന കണ്ടിട്ട് ആ ഒരു പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് നിങ്ങൾ സർവൈവ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു കൊച്ചുങ്ങളെ പറഞ്ഞു വിടുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ തന്നെ ഇവരിങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു ഗൺ ഷൂട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാകും. എന്നിട്ടും അവരങ്ങനെ ആ ഒരു മഞ്ഞിൽ കൂടെ ഓടുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ യൂറ പറയും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഏതോ പട്ടിയുടെ ഒക്കെ സൗണ്ട് ഇട്ടിട്ട് ആരുടെയൊക്കെ സൗണ്ട് ഇട്ടിട്ട് അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കായിട്ട് വിഭജിച്ച് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറാനെയും അതുപോലെ തന്നെ തേഗുനെയാണ്. അപ്പോൾ യൂറ ആണെങ്കിൽ ഈ കൊച്ചുങ്ങളുടെ മരിച്ച ഫോട്ടോയും അതുപോലെ തന്നെ മറ്റേ ഫോട്ടോയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ആവാൻ കാരണം ആ ഒരു പെണ്ണാണ്, വിൻഡ് എന്ന് പറഞ്ഞ പെണ്ണ്. നിനക്ക് ഓർമ്മയില്ലേ വിൻഡിനെ? വിൻഡ് ഒച്ചാനുവനാണ്, നിന്റെ അടുത്ത ടാർഗറ്റ് അവളാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, ഞാനത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോകത്തിൽ നിന്ന് തന്നെ നീ പൊക്കോളണം എന്നിങ്ങനെ പറഞ്ഞ് അവളാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവൻ പറയും, നീ എനിക്ക് ശരിക്കും ചോദിക്കേണ്ട കാര്യം ചോദിച്ചില്ലല്ലോ, ബട്ടർഫ്ലൈനെ കൊന്നത് ആരാന്ന് നിനക്ക് അറിയണ്ടേന്നും പറഞ്ഞ് ആ ഒരു ദോഹാന്റെ ഒരു ഫയൽ എടുത്ത് കൊടുത്തിട്ട് പറയും, നീ നിന്റെ ഹസ്ബൻഡിന്റെ തനി സ്വഭാവം കണ്ടോളാൻ പറഞ്ഞ് ആ ഒരു ഫയൽ കൊടുക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവളെ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനെയാണ്. അപ്പോൾ ദോഹാൻ പറയും, അപ്പോൾ ഇത്രയൊക്കെ കഥകൾ ഉണ്ടായിട്ടാണോ? എന്താണെങ്കിലും നീ ഇത് ഡയറക്ടറെ അടുത്ത് പറയണ്ട ഈ കാര്യങ്ങളൊന്നും. പിന്നെ യൂണിയനെ പറ്റി എന്തറിഞ്ഞാലും നീ എന്നോട് പറയണം, നിന്റെ കൂടെ ഞാനുണ്ടാവുമെന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറയാണെങ്കിൽ കഫേലിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ യൂറ നിന്ന് ഷൂട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെയൊക്കെ വന്നെന്ന് ആംഗിളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയാണെങ്കിൽ ഇവനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാകും, ചീഫോ എന്നോട് നിന്റെ അടുത്ത് ആ യൂണിയത്തിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ തരാൻ പറഞ്ഞെന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ടാകും. അപ്പോൾ അവൻ അതിൽ നോക്കുമ്പോൾ എന്താ ആ ഒരു തേഗുടെ ഫോട്ടോ ഉണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറാനെയാണ്. യൂറ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ മിൻസ വിളിക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് മിൻസ വിളിച്ചിട്ട് പറയും, അമ്മയെന്നൊരു കാര്യം പറഞ്ഞാൽ ആ ഒരു ബൊസ്സൊക്കെ ആണെങ്കിൽ എല്ലാ ക്ലാസ്സിൻ്റെ മുൻപിൽ വെച്ചിട്ട് അവൻ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നാളെ എങ്ങനെ പോകും? ഞാൻ എന്തായാലും ഇനി ബൊസ്സക്കിനെ കല്യാണം കഴിച്ച് നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഒരു സങ്കടം കേട്ടോ. ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫാമിലി നഷ്ടപ്പെടുമെന്ന് അവൾക്കൊരു സങ്കടമുണ്ട്, ആ ഒരു പേടിയുണ്ട് പുള്ളിക്കാരത്തി. അങ്ങനെ ഒരു സങ്കടത്തിൽ കരയുമ്പോൾ ആ ഒരു മിൻസ് പറയും, അമ്മ എന്താ കരയണമെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പം മിൻസ് പറയും, അമ്മ എന്തിനാ കരയുന്നത്? അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേഗു എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ മിൻസു ആണെങ്കിൽ ഇവനിക്ക് കുറേ മെസ്സേജ് അയക്കുന്നുണ്ടാകും, അങ്കിൾ എവിടെ, ഞാൻ പറഞ്ഞ പ്രോമിസ് ഒക്കെ മറന്നു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ടാകും. അപ്പോൾ ഇവനാണെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. അന്നൊരു ദിവസം നമ്മുടെ മിൻസോനെ വിളിച്ചിട്ട് വരുന്ന ആ സമയത്ത് ഇവൻ അവളെ മൈൻഡാണ് നടന്നു വരുമ്പോൾ ഈ കൊച്ചിങ്ങനെ വീണ് പോകുന്നുണ്ട് കേട്ടോ അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ. എന്നിട്ട് മിൻസ് പറയും, നിങ്ങളെന്നാലും എന്ത് മനുഷ്യനാ, ഞാൻ ചെറുതല്ലേ, എൻ്റെ കാല് ചെറുതല്ലേ, എനിക്ക് ഇങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ, എനിക്കൊരു പിഗ്ഗി ബാഗ് തരാൻ പറയും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇരിക്കാന്നുള്ള സംഭവം പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ തേഗു ആണെങ്കിൽ നമ്മുടെ മിൻസോനെ ബാക്കിലിരുത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിക്കും, അങ്കിൾ എന്താ ഉറങ്ങണേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഈ ഒരു അങ്കിൾ പറയും, ഞാൻ പാട്ട് പാടൂല എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, മര്യാദക്ക് പാടിക്കോ ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ തേഗു ആണെങ്കിൽ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആ പാട്ട് പാടും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മിൻസോ എന്നൊക്കെ ഇങ്ങനെ പാടുമ്പോൾ മിൻസ പറയും, ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പാടാനല്ല പറഞ്ഞത്, പാട്ട് പാടാനാന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എനിക്ക് ആകപ്പാടെ ഈ ഒരു പാട്ട് അറിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ പറയും, ഓക്കെ കുഴപ്പമില്ല, ഇന്നന്ന് എൻ്റെ ബർത്ത്ഡേ ആക്കാം, എന്തായാലും അങ്കിളിന് എൻ്റെ 8 ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെയൊക്കെ ഗിഫ്റ്റ് എനിക്ക് വേണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് അവനിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവൻ്റെ സീനിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ ഇവനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ടാകും, എന്താ ഇത്ര ലാഗ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇനി 2 ടാർഗറ്റും കൂടി ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേഗുയുടെ ടീമിലെ ഏതോ സീനിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ തേഗുവിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടാവട്ടെ വേറൊരാളുടെ അടുത്ത്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേഗു ആണെങ്കിൽ ആ ഒരു ചീഫോനെ വിളിച്ചിട്ട് മീറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് അങ്ങനെ ദോഹാനാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കൂടുതൽ അങ്ങൊന്നും സംസാരിക്കില്ല കേട്ടോ നമ്മുടെ യൂറയായിട്ടും. അവർക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊച്ചാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ദോഹാനും അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൊച്ച് പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ എന്താ പറ്റിയത്, രണ്ടുപേരും ഞാൻ പറയണമെന്നും കേൾക്കണമല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ
അങ്ങോട്ടേക്ക് ആണെങ്കിൽ ജിഹാനും മീറിമും വന്നിട്ട് അവരെങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴും ഇവർക്കും മനസ്സിലാവുന്നുണ്ട് ദോഹാനും അതുപോലെ തന്നെ യൂറയും നല്ല മട്ടിലല്ല എന്നുള്ള കാര്യം. എന്നിട്ട് കിടക്കണ സമയമാകുമ്പോൾ നമ്മുടെ മിൻസു ഇങ്ങനെ പറയുന്നുണ്ടാകും, ശരിക്കും പറഞ്ഞാൽ എന്നെ എന്തോരം ചെക്കന്മാർക്കാണെന്നറിയോ ഇഷ്ടം, ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടാൻ വേണ്ടി പോവാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യൂറ പറയും, എടി നിനക്ക് ഫ്രണ്ട്സ് ഉള്ളതാണോ ഫ്രണ്ട്സ് ഇല്ലാണ്ടിരിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് ഫ്രണ്ട്സ് ഉള്ളതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അവൾ പറയും അങ്ങനെയാണെങ്കിൽ അവർ നിന്നോട് ഇഷ്ടമാണെന്ന് പറയണ വരെ നീ എന്തായാലും അവരോടൊന്നും അറിഞ്ഞ രീതിക്ക് നിൽക്കണ്ട, അതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിൻ്റെ കൂടെ കൂടാൻ ആരും വരില്ല എന്നൊക്കെ പറയുമ്പോൾ മീൻസ് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെയൊന്നും നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ആ ഒരു യൂറ ആണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. അപ്പം ജിഹാൻ്റെ അടുത്ത് യൂറ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ജിഹാൻ ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ ആ ഒരു ജിഹാൻ പറയും എനിക്കറിയില്ല യൂറ എങ്ങടെ പോയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടാകും. അങ്ങനെ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഇന്നല്ല പാരൻസ് മീറ്റിംഗ്, എത്ര മണിക്കാ മിൻസോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിൻസോ പറയും എനിക്കറിയില്ല 1 മണിക്കാന്ന് തോന്നണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ മെസ്സേജ് അയക്കുന്നുണ്ടാകും, നിന്റെ സംശയം ശരിയാണ്, ബട്ടർഫ്ലൈയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയിരുന്നു, അത് എത്ര ദൂരെ എന്നുള്ള ബുള്ളറ്റ് അല്ല എന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം തന്നെ അവനിക്ക് ഉറപ്പ് വരും യൂറ അല്ല കൊന്നതെന്നുള്ള കാര്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ചീഫോനെയാണെങ്കിൽ ആ ഒരു കേസിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ഡയറക്ടർ. അപ്പം അങ്ങനെ ഇവളുടെ ആ ഒരു ഓഫീസിലെ ഡാറ്റാസ് ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ടാകും. അപ്പം അങ്ങടേക്കാണെങ്കിൽ ചെറിയ വരും കേട്ടോ. ചെറിയ വന്നിട്ട് ചോദിക്കും നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അണ്ട് ചെറിയ പറയും ഞാൻ നിനക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം ഈ ഒരു കേസിൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാകും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ചീഫോനെ ആണെങ്കിൽ യൂറ വിളിക്കുന്നുണ്ടാകും. ഇതിൻ്റെ കാണിക്കുന്നതാണെങ്കിൽ ദോഹാൻ അങ്ങനെ ആ ഒരു സ്നൈപ്പറിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കാർ പാർക്കിങ്ങിലേക്ക് വരും. എന്നിട്ട് ഇവന് വച്ച് നോക്കുമ്പോൾ എന്താ കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ എനിക്ക് കൊള്ളുന്നുണ്ടാവുക. അങ്ങനെ അവൻ നോക്കുമ്പോൾ ഒരു CCTV ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ചെറിയനെ വിളിച്ചിട്ട് CCTV ഹാക്ക് ചെയ്യാൻ പറയുന്നുണ്ടാവും കേട്ടോ. അതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ യൂറയാണെങ്കിൽ ആ ഒരു ചീഫോനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ചീഫ് ചോദിക്കും നീ എന്താ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വെറുതെ വന്നാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും എന്താ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഈ ചീഫോയാണെങ്കിൽ കോഫി മേടിച്ചിട്ട് വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഒരു പഴയ സീൻ കാണിക്കും. കുറച്ച് നേരം മുന്നേ ചീഫോയാണെങ്കിൽ തേക്ക് കൊടുത്ത് സംസാരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ കോഫി കുടിച്ചിട്ട്. അപ്പോൾ ചീഫോടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും എന്തായാലും ഒരുപാട് നാളെയല്ലേ നമ്മൾ കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും മൊത്തയിൽ മൊത്തയിൽ നിൻ്റെ കൂടെ ആണോ എന്നൊക്കെ ചോദിക്കൂടെ. ഈ മൊത്തയിൽ എന്ന് പറയുന്നത് ആ ഒരു യൂണിയൻ്റെ സീനിയർ ആയിരിക്കും. എല്ലാവർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ കാരണം, എല്ലാ കൊച്ചുങ്ങളെയും കൊല്ലാൻ കാരണം ഈ ഒരു മൊത്തയിൽ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിക്കാരനായിരിക്കും. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവൻ പറയും എനിക്കൊന്നും അറിയില്ല, ഞാൻ അവിടെ ഒറ്റക്കാണ് വന്നത്, പിന്നെ ഞാനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിനക്ക് 27 ഓർമ്മയില്ലേ, അവളുടെ അടുത്ത ടാർഗറ്റ് നീയാന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാകും. അപ്പോൾ ആ ചീഫോ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ യൂറ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും നീ എന്താ വെറുതെ വന്നാണെന്ന് നോക്കുമ്പോൾ അവൾ പറയും ഞാൻ എൻ്റെ ഒരു സങ്കടം കൊണ്ട് വന്നാണ്, ദോഹാൻ്റെ കാര്യമാണ്, ദോഹാൻ ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഈ ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ട് വരും, ചില ദിവസങ്ങളിൽ മുറിവായിട്ട് വരും, ചില സമയത്തൊന്നും വർക്കിനെ പറ്റി അധികം ഒന്നും പറയില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സാധാരണ കമ്പനിയാണ് ഓർത്തത്, പക്ഷെ പിന്നെയല്ല ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും അവനിക്കല്ലേലും ഭയങ്കര കൃത്യനിഷ്ഠയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും പക്ഷേ സ്വന്തം കുടുംബത്തിനോടുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിനെ സംരക്ഷിക്കാതെ വെറുതെ പുറത്ത് സംരക്ഷിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് വേറൊന്നും കുഴപ്പമില്ല, എൻ്റെ ഫാമിലിനെ സംരക്ഷിച്ചാൽ മതി, അത്രേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ എണീക്കിടയ്ക്ക് മുന്നേ പറയുന്നുണ്ടാകും നിനക്കൊരു മാറ്റമില്ല, മുന്നേയും ഇപ്പോഴും ഒരേ ചിരിയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ ഓർക്കുമ്പോൾ മുന്നേയും ഇപ്പോഴോ ഇവളെന്താ ഉദ്ദേശിച്ചെന്ന് ഓർക്കുമ്പോൾ ഇവൾ മുന്നത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കും. ആ ഒരു കുഞ്ഞു യൂറയാണെങ്കിൽ ഇവളെ നോക്കുമ്പോൾ ഇവളിങ്ങനെ ചിരിച്ചിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നമ്മുടെ യൂറ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ആ ഒരു കുഞ്ഞു യൂറയുടെ ആ ഒരു മുഖച്ചായ ഓർമ്മ വരും കേട്ടോ. അപ്പോഴായിരിക്കും ഇവൾക്ക് ഓർമ്മ വരുന്നത് ഇത് 27 ആണെന്നുള്ള കാര്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറയാണെങ്കിൽ പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ എന്താ അകത്താണെങ്കിൽ നമ്മുടെ ദോഹാൻ ഉണ്ടാകും. അങ്ങനെ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ആ ഒരു പാരൻസ് മീറ്റിങ്ങിൽ ഏർപ്പെടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ ചോദിക്കും ഞാൻ നിന്നെ ആക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും വേണ്ട നിനക്ക് തിരക്കല്ലേ, എനിക്കും കഫേ തുറക്കാനുള്ളതാണ്, നീ പൊക്കോളാനൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിടും കേട്ടോ. അപ്പം തന്നെ ആ ഒരു മിൻസോ ആണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകും അമ്മ ഇന്ന് ഞാൻ ഡേറ്റിങ്ങിന് പോവാൻ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവളത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ സ്കൂളൊക്കെ വിടുമ്പോൾ അവൾ ഇറങ്ങുമ്പോൾ അവളുടെ കൂട്ടുകാർ ചോദിക്കും വേണ്ടി നീ എങ്ങടെ പോണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഒരു സീക്രട്ട് ആണെന്നും പറഞ്ഞ് അവളാണെങ്കിൽ നമ്മുടെ ആ ഒരു തേഗുടെ അടുത്തോട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ തേഗു ഇങ്ങനെ പറയും നീ അമ്മയോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല അങ്കിളല്ലേ പറഞ്ഞത് അമ്മയോട് പറയേണ്ട സീക്രട്ടാന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങ് ഇറങ്ങി പോരുന്നുണ്ടാകും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 9 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.